ഫ്രണ്ട്സ്, ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രയും ചെയ്യാം, ഭക്ഷണവും കഴിക്കാം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് മൈസൂരിലാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ വീട്ടിൽ നിന്ന് മൈസൂരിലേക്കുള്ള യാത്രയായിരുന്നു. KSRTC ബസ്സിലെ യാത്രയും മൈസൂരിലെ ചില കാഴ്ചകളും ഗുരു സ്വീറ്റ്സ് ഒക്കെ ആയിട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ. അപ്പോൾ അതിനൊരു തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ, ട്രാവൽ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ ഞാനിപ്പോൾ മൈസൂരാണ്. ഇതിൻ്റെ തൊട്ട് പുറകെ മൈസൂരിലെ സ്ട്രീറ്റ്, ഇവിടുത്തെ കുതിരകൾ കണ്ടോ പോകുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് കാണുന്നതാണ് കുതിരകൾ. കുതിരപ്പുറത്തൊരു സവാരി നമുക്ക് എന്തായാലും നടത്തണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ പാലസിലെ ഒരു ലൈറ്റിംഗ് ഷോ ഉണ്ട്. അത് സാധാരണ ദിവസങ്ങളിൽ 7:40 അറിഞ്ഞത്. ഇന്ന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പബ്ലിക് ഹോളിഡേ ദിവസമാണ്, റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ 7 മണിക്ക് തുടങ്ങുമെന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. ചിലർ പറയുന്നത് 7:45 തന്നെയാണെന്നും പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ സമയം 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ടൗണൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് ആ ലൈറ്റിംഗ് ഷോ കാണാം. നമ്മുടെ കേരളത്തിന് തൃശ്ശൂരുള്ള പോലെ കർണാടകയ്ക്ക് മൈസൂര്, അതായത് സാംസ്കാരിക തലസ്ഥാനം. ആ ലെവലിൽ ഞാൻ പറഞ്ഞാണ്. പോലീസുകാരൊക്കെ കുതിരപ്പുറത്താണ് ഇരിക്കുന്നത്. അവിടെ ഇരുന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണേ. കന്നഡയുടെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ശ്രീ ഡോക്ടർ രാജ്കുമാർ, അദ്ദേഹത്തിൻ്റെ മകൻ പുനീത് രാജ്കുമാർ, രണ്ടുപേരും ഇന്നില്ല. ദേവരാജ മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റിലുള്ള ഗരുഡ മാളാണിത്. ഇതൊരു പഴയ മാളാണ്, ഒരു കുഞ്ഞിയ മാളാണ്. അങ്ങനെ ഞാൻ നേരെ നടന്ന് നമ്മുടെ മൈസൂർ കൊട്ടാരത്തിന് മുന്നിലെത്തി. രാത്രിയിലെ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ അകത്തേക്ക് കയറ്റില്ല. അപ്പോൾ മൈസൂർ കൊട്ടാരത്തിന് മുന്നിൽ തന്നെ 2 അമ്പലങ്ങളുണ്ട്. ആഞ്ജനേയ സ്വാമി ക്ഷേത്രവും വിനായക സ്വാമി ക്ഷേത്രവും. രണ്ടിടത്തും പുറത്തുനിന്നൊന്ന് തൊഴുതു. ഇവിടെ കന്നഡയിലാണ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന് ഇംഗ്ലീഷിലും എഴുതിയാൽ നന്നായിരിക്കും. അപ്പോൾ വൈകിട്ട് 5:30 പുറത്തു നിന്നുള്ള ആളുകളുടെ എൻട്രി കൊട്ടാരത്തിൽ ക്ലോസ് ചെയ്യും. അതിനുശേഷം പോലീസിൻ്റെ ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മൈസൂരിലെ ദ മോസ്റ്റ് ഫേമസ് അംബാവിലാസ് പാലസിന് മുന്നിലാണ്. ഇത് ഇതിന്റെ കവാടമാണ്. ഈ കവാടത്തിനപ്പുറം പാലസ് ആണ്. അപ്പോൾ പാലസ് 5:30 ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പാലസിനുള്ളിൽ പോകാൻ പറ്റിയില്ല. പുറത്തെ ലൈറ്റിംഗ് ഷോ മാത്രമേ ഇന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ 6:45 ഇവിടെ ഓപ്പൺ ചെയ്യും ഗേറ്റ്. 7 മണിക്ക് അവിടെ തുറക്കും എന്നാണ് പറയുന്നത്. ഇന്നൊരു പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് നേരത്തെ ലൈറ്റിംഗ് ഷോ ഉണ്ട്. അതിന് പ്രത്യേകിച്ച് ചാർജും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവർക്കും കാണാം. ആൻഡ് ഇതിനുള്ളിൽ പോയിട്ട് വിസിറ്റ് ചെയ്യാൻ 100 രൂപയാണ് എൻട്രി ചാർജ്. അത് നമുക്ക് നാളെ പോവാം. കുറച്ചു നേരമായി നിൽക്കണു. അപ്പോൾ പിന്നെ ഒരു തണ്ണിമത്തൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അതും കഴിച്ച് പുറന്നപ്പോഴേക്കും തിരക്ക് വീണ്ടും കൂടി. ആളുകളൊക്കെ ഒരു ക്യൂ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യൂവിൻ്റെ കൂടെ അങ്ങ് നിൽക്കാം. അപ്പം കയറ്റി വിടാൻ തുടങ്ങി കേട്ടോ. നമുക്ക് എന്നാൽ ഉള്ളിലേക്ക് പോവാം. 3 ദിവസത്തെ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മൈസൂരിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതൊരു അത്ഭുത കാഴ്ച തന്നെയാണ് അല്ലേ? എന്തൊരു അടിപൊളിയാണ് നോക്കണേ. അതായത് ഞാൻ 2 തവണ വന്നിട്ടുണ്ട് മൈസൂര്. പക്ഷെ രാത്രിയുള്ള ഈ ലൈറ്റിംഗ് ഷോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് പെട്ടെന്ന് ലൈറ്റ് വന്നപ്പോഴേ ഞാനത് ഷൂട്ട് ചെയ്തിരുന്നില്ല. പെട്ടെന്ന് കത്തിയപ്പോ ഉണ്ടല്ലോ, എല്ലാരും ഞെട്ടിപ്പോയി. ആ ലെവലായിരുന്നു. ഒരു പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര ഒരു കാഴ്ച തന്നെ, കണ്ണിന് കുളിർന്ന ഒരു കാഴ്ച. ഞാൻ നേരത്തെ കേട്ടത് ശരിയാ. ഞായറാഴ്ചകളിലും അതുപോലെ പബ്ലിക് ഹോളിഡേയ്സിലും 45 മിനിറ്റോളം
ഈ ലൈറ്റ് ഷോ ഉണ്ടാവും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരു 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ കൊട്ടാരം മാത്രമല്ല, കൊട്ടാരത്തിന് ചുറ്റുമുള്ള അമ്പലങ്ങളും അതിൻ്റെ മറ്റ് ഗോപുരങ്ങളും കവാടങ്ങളും ഇതൊക്കെ ലൈറ്റ് ഇട്ടുണ്ടാവും. ശ്രീ ഭുവനേശ്വര ടെമ്പിളാണിത്. അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങുകയാണ്. മൈസൂർ കൊട്ടാരത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇൻഫോർമേഷൻ അതിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ആവും. അതുകൊണ്ടാണ്. എനിക്ക് മനസ്സിലായിടത്തോളം ഇവിടെ ദസറയ്ക്ക് മാത്രമല്ല, ദിവസം ഉത്സവം തന്നെയാണ്. എത്ര ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ഉത്സവം തന്നെയാണ്. പാലസ് സിറ്റി മൈസൂർ. അപ്പോൾ അടിപൊളി ലൈറ്റിംഗ് ഷോ കണ്ടു. ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാം. ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ ഒരു അടിപൊളി സ്പോട്ട് ഞാൻ കണ്ടുപിടിച്ചതാണ്. ഒരുപാട് റീൽസിലൂടെയൊക്കെ കണ്ടൊരു സ്പോട്ടുണ്ട്. 1930 ആരംഭിച്ച ഹനുമന്ത ഒറിജിനൽ. ഇവിടുത്തെ പുലാവ് അടിപൊളിയെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അത് 7 മണി വരെ ഉള്ളൂ, ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അത് നമുക്ക് നാളെ ട്രൈ ചെയ്യാം. ഇപ്പോൾ നമുക്ക് KFCയിലേക്ക് പോകാം. അങ്ങനെ ഡിന്നർ കഴിക്കാൻ ഇവിടുത്തെ മാളിലെത്തി. നമ്മൾ നേരത്തെ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടില്ലേ ആ മാൾ തന്നെ. KFC ഔട്ട്ലെറ്റ് കണ്ടു. അവിടെ പോകുന്ന വിചാരിച്ചു കുറേ KFC പോയിട്ട്. മലൈക്കോട്ടെ വാലിബൻ ഓടുന്നുണ്ട്, പക്ഷെ എന്തോ വലിയ താല്പര്യമില്ല കാണാൻ. ബർഗർ ഓർഡർ ചെയ്തിട്ട് വെയിറ്റിംഗ് ആണ്. ഇന്നത്തെ ദിവസം തീരാൻ പോവാണ്. ഇന്നത്തെ ദിവസം എന്തായാലും അത്യാവശ്യം നല്ലൊരു ദിവസമായിരുന്നല്ലേ. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ അവിടെ നിന്നിട്ടുള്ള യാത്രയും ഇവിടെ ഒരു അത്യാവശ്യം എക്സ്പ്ലോറിംഗ് ഒക്കെ ചെയ്തു. ഇനിയുണ്ട് മൈസൂർ കുറേ പോകാൻ. അപ്പോൾ അതൊക്കെ നമുക്ക് നാളെ പോവാം. നാളെ വേറെയും സ്ഥലങ്ങളിൽ പോകണം. മൈസൂരിൽ നിന്നും വേറെ സ്ഥലങ്ങളിലേക്കും പോകണം. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ആണ് ഏറ്റവും മുഖ്യം. ഇന്ന് കുറച്ചൊന്ന് ഉഴപ്പി ഇടയിൽ, അല്ലെങ്കിൽ ഒരു സ്പോട്ടും കൂടിയും കവർ ചെയ്യായിരുന്നു. അപ്പോൾ നാളെ നമുക്ക് അങ്ങനെ ഉഴപ്പാൻ പറ്റില്ല. എല്ലായിടത്തും പോകണം. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്, അത് എടുക്കാം. എന്തായാലും കഴിച്ചതൊക്കെ ഒന്ന് ദഹിക്കാനൊന്നും നടക്കാമെന്ന് വിചാരിച്ചു. വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. വലിയ ബഹളവും ഇല്ല. പിന്നെ നമ്മുടെ കുതിരവണ്ടിക്കാരിങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ അതിലൊക്കെ ആൾക്കാരുണ്ട്. ഒന്നും കാലിയല്ല. അപ്പോൾ ഇവർ എവിടെ ഇത് നിർത്തണമെന്ന് നോക്കട്ടെ, എന്നിട്ട് അവിടുന്ന് കയറാം. കുതിരവണ്ടിക്കാരിങ്ങനെ നേരെയായിട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഡബിൾ ഡെക്കർ ബസ് കണ്ടത്. ഇതൊരു റെസ്റ്റോറൻ്റാണ്, ഡോൾഫിൻ റെസ്റ്റോറൻറ്റ്. മൈസൂരിൻ്റെ സിറ്റി കോർപ്പറേഷൻ ബിൽഡിംഗ് ആണിത്. ആ ഒരു ത്രിവർണ്ണ പതാകയുടെ കളറൊക്കെ അടിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്. രാത്രി അടിപൊളി കാണാൻ. അങ്ങനെ നമ്മൾ കുതിരകളെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ഇവിടുത്തെ കുതിരവണ്ടി ബസ് സ്റ്റാൻഡ്. കുതിരകളെങ്ങനെ നിരത്തി നിർത്തിയിട്ടുണ്ട്. വില കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു റൗണ്ട് പോകാൻ 1500 1600 രൂപ. ഞാൻ ഓട്ടോയിൽ തന്നെ പൊക്കോളാം. On the house, right? Oh. And I want it. You didn't do that. I want it. അങ്ങനെ റൂം എത്തിയിരിക്കുകയാണ്. ഓട്ടോയിലാണ് വന്നത്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതിനു മുന്നേ ഇന്നത്തെ ദിവസം ഓവറോൾ അത്യാവശ്യം നല്ല ദിവസമായിരുന്നല്ലേ. സംഭവ ബഹുലമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. നാട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര, അതിനുശേഷം ഇവിടെയുള്ളൊരു ചെറിയ കറക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ പാലസിലെ നൈറ്റ് വ്യൂ ആണ്. അംബാവിലാസ് പാലസ്. ഇതിനു മുന്നേ 2 തവണ കണ്ടിട്ടുണ്ട് ഉള്ളില്. നമുക്ക് നാളെ എന്തായാലും പോവും വേണം. കാരണം പാലസ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ്. മൈസൂർ വന്നിട്ട് പാലസ് പോയില്ലെങ്കിൽ മോശമല്ലേ. അതിപ്പോ നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഓരോ മൈസൂർ വിസിറ്റിൽ വീണ്ടും കാണണം. കാരണം താജ്മഹലിന് ശേഷം ഇന്ത്യയില് ആളുകൾ ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് മൈസൂർ പാലസ് ആണ്.
ഇതിനൊരു റോയൽ ഫീൽ വേറെയാണ്. പക്ഷെ ഇതിന്റെ പുറത്തെ വ്യൂ, ആ ലൈറ്റ് ഇട്ടുള്ള വ്യൂ ഞാൻ ഫസ്റ്റ് ടൈമാ കാണുന്നത്. കണ്ണ് തള്ളിപ്പോയി സത്യം പറയാലോ. കാരണം ആ ലൈറ്റ് അത് ഇരുട്ടായിരുന്നു. ഇരുട്ടുന്ന് പെട്ടെന്ന് ലൈറ്റ് വന്നപ്പോ ഉണ്ടല്ലോ, ആ സമയത്ത് റിയാക്ഷൻ അടിപൊളിയായിരുന്നു. ഞാൻ മാത്രമല്ല അവിടെ നിൽക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാവരും. അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം പെട്ടെന്ന് ഉള്ള ഒരു ഇതായതുകൊണ്ട്. ആ ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു, നിങ്ങൾ കണ്ടിട്ടല്ലോ. സോ അതും കഴിഞ്ഞ് ലാസ്റ്റ് ഇത് പറഞ്ഞേ പറ്റൂ, ഈ കുതിര സവാരിയുടെ കാര്യം. അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആണ്. ഞാൻ വിചാരിച്ചത് ഇത് പഴനിയിലൊക്കെ ഉള്ള പോലെ ഇത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 150 രൂപയൊക്കെയാണ് ഒരു ആ ദൂരത്തിന്, 150-200 രൂപ. പെട്ടെന്ന് 1600 രൂപ എന്നൊക്കെ പറയുമ്പോ ഞെട്ടിപ്പോയി. അല്ല ഒരു 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 ബേസിക് ആയിട്ടുള്ളൊരു ഇത് വേണ്ടേ. ഞാൻ പൈസയുടെ കേസിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലങ്ങൾ ചുറ്റുന്നു, അതായത് അവര് മൈസൂർ സിറ്റി മൊത്തം ചുറ്റുന്നു. ഓക്കെ, അത് ദാറ്റ്സ് പാർട്ട് ഓഫ് എ ടൂറിസം പോലത്തെ ഒരു സംഭവമാണ്. എന്നാലും അതിനൊരു സമയമോ അല്ലെങ്കിൽ ഇതൊക്കെ വേണ്ടേ. ഞാൻ അവിടെ യാത്ര ചെയ്ത ആളുകളോട് ചോദിച്ചു, 40 മിനിറ്റോളമാണ് അവർ ചുറ്റുന്നത്. ഏകദേശം ഒരു 3.5 to 4 കിലോമീറ്റർ. മെല്ലെ അല്ലേ പോവുള്ളൂ, മാക്സിമം പോട്ടെ 5 കിലോമീറ്റർ തന്നെ വെച്ചു. ഈ സാധനത്തിന് പെട്രോളും ഡീസലും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവര് എന്ത് റേറ്റാ പറയുന്നത്, 1600 രൂപ. സോ അത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യം. ഇനി നാളെ നമ്മൾ ഒരു വെറൈറ്റി സ്പോട്ടിലേക്ക് പോകുന്നുണ്ട്. ആ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരും. അതായത് ആ ഒരു സ്പോട്ടില് മലയാളം വ്ളോഗ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, അങ്ങനെ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോ. പക്ഷെ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോന്റെ കാര്യം മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? ലൈക്ക്, കമന്റ്, ഷെയർ, പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും, അതോടൊപ്പം തന്നെയുള്ള ബെൽ ഐക്കണിൽ ഒരു എനേബിൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യേ വേണ്ടൂ. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും. ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും. ഓക്കെ, നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വരാം. അപ്പൊ ബൈ ഫ്രം അർജുൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.